നിങ്ങളുടെ വീടും ഇനി ഓട്ടോമേഷൻ ചെയ്യണോ? അതിനുവേണ്ടി നമ്മുടെ TP ലിങ്ക് ടാപ്പോ നിങ്ങൾക്കായി പുതിയ ഒരു സ്മാർട്ട് ലോക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു വെറും ഒരു സ്മാർട്ട് ലോക്ക് മാത്രമല്ല, ഇതൊരു ഹോം ഓട്ടോമേഷൻ പർപ്പസിനും കൂടെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ലോക്കാണ്. ഇതിൽ നമുക്ക് IoT സെൻസേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിലൊരു ബേസിക് ലെവലിൽ ഹോം ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ലോക്കാണ്. ഈ ഡോർ ലോക്കിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മുടെ ബേസിക് മോഡലായ DL100 ഡോർ ലോക്ക്. ഇതിന്റെ ഫീച്ചേഴ്സിലാണ് നമ്മൾ ഈ ഒരു ഇതിൽ ലേബൽ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ അഡ്മിൻ കോഡ് വെച്ചിട്ട് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു മെയിൻ്റനൻസ് കോഡ്, അതുപോലെ നമുക്കൊരു ഗസ്റ്റ് കോഡ്, ഇതെല്ലാം നമുക്ക് ഡിഫറെന്റ് ടൈപ്പിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഗസ്റ്റ് കോഡ് മീൻസ് വൺ ടൈം പാസ്വേഡ് ആയിട്ട് നമുക്ക് കൊടുക്കാം. മെയിൻ്റനൻസ് കോഡ് ആയിട്ട് വരുമ്പോൾ നമുക്കൊരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. രാവിലെ 10 മുതൽ 5 വരെ നമ്മളുടെ വർക്കേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഒരു ഫിസിക്കൽ കീ നമുക്ക് വരുന്നുണ്ട്. റിമോട്ട് ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ഇത് ഡോർ അൺലോക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഈ ഒരു ഡോർ ലോക്കിന് ബ്ലൂടൂത്ത് ആക്സസ്, നമുക്ക് ഇതിന് ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട്. അത് ത്രൂ നമുക്ക് ഡോർ ആക്സസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോ ഇവിടെ ഒരു ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനാരിയോ വെച്ചിട്ടാണ് നമ്മളിപ്പോ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഈ ഒരു ഡോർ നോക്കിയാൽ നമുക്ക് ഇതൊരു ഡോർ ആയിട്ടാണ് നമ്മൾ വരുന്നത്. ഇതിൽ ഡോർ ലോക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഡോറിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഡോർ സെൻസർ വെച്ചിട്ടുണ്ട്. TP ലിങ്ക് ടാപ്പോടെ തന്നെ ഡോർ സെൻസർ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു മോഷൻ സെൻസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടാപ്പോടെ തന്നെ വൈഫൈ സപ്പോർട്ട് ആയിട്ടുള്ള ലൈറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മളൊരു ബേസിക് ആയിട്ട് നമ്മുടെ വീടിന്റെ എൻട്രൻസ് നമ്മൾ ഏത് രീതിയിൽ ഓട്ടോമേഷൻ ചെയ്യാന്നുള്ള ഒരു സിനാരിയോ ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാനിവിടെ ഇതിന്റെ പാസ്വേഡ് അടിച്ചിട്ട് ഡോർ ഓപ്പൺ ചെയ്യാണ്. ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ വീടിനകത്തുള്ള ലൈറ്റ് കത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഈ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മോഷൻ, നമ്മളിപ്പോൾ ഒരു മോഷൻ സെൻസർ വെച്ചിട്ടുണ്ട്. ആ റൂമിനകത്തുള്ള ഒരു സെൻസർ വെച്ചിട്ട് ഒരു മോഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കത്തിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മളൊരു ടൈം ഡിലേ, ഇനിയിപ്പോ ഒരു മോഷനും നടക്കുന്നില്ല എങ്കിൽ അത് നമ്മൾ ആ റൂമിൽ നിന്ന് ലെഫ്റ്റ് ആയി കഴിഞ്ഞ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 30 സെക്കൻഡ് നമുക്ക് ടൈം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഒരു 30 സെക്കൻഡ്, 1 മിനിറ്റ്, 2 മിനിറ്റ്സ്, 5 മിനിറ്റ്സ് അങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും പറ്റും. അത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മളത് ഓഫ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡോർ ലോക്കിൽ ഒരു കോളിംഗ് ബെൽ ഓപ്ഷനും ഉണ്ട്. ബെൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഹബ്ബില്, നമ്മൾ വീടിനകത്ത് വെച്ചുള്ള ഹബ്ബില് നമുക്ക് കോളിംഗ് ബെല്ലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഓട്ടോ ലോക്ക് ഓപ്ഷനും ഉണ്ട്. ഈ ഓട്ടോ ലോക്ക് ഓപ്ഷനിൽ നമുക്ക് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ സെൻസർ ത്രൂ നമ്മുടെ ഡോർ സെൻസർ ത്രൂ നമുക്ക് നമ്മുടെ ഓട്ടോ ലോക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോ ഒരു 30 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓഫ് ചെയ്യുന്നത്. നമ്മളൊരു 30 സെക്കൻഡ് ആണ് നമ്മളിപ്പോൾ ടൈം ഷെഡ്യൂൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ലൈറ്റ് ഓഫ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇനി എപ്പോഴെങ്കിലും നമ്മുടെ സെൻസർ, അതായത് നമ്മുടെ റൂമിൽ നമ്മൾ ഇൻ കേസ് വീടിനകത്ത് എൻട്രൻസിൽ വരുവാണെങ്കിൽ സെൻസറിന്റെ ഫ്രണ്ടിൽ നമ്മൾ ജസ്റ്റ് ആ മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് വീണ്ടും ലൈറ്റ് തെളിയുന്നതാണ്. ഇത് നമുക്കിപ്പോ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് എത്ര ടൈം വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ബേസിക് മോഡൽ ഡോർ ലോക്ക് വരുന്നത്. നമ്മൾ ഇതിന്റെ അടുത്ത സിനാരിയോ വെച്ചിട്ട് നമ്മൾ ഇനിയും വീഡിയോസ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. താങ്ക് യു.